ഒരു ലീഡിനെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ വാലിഡേഷൻ നടക്കണം നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയില്ല, വാലിഡേഷൻ നടക്കണം. ഇതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞു. ഈ വാലിഡേഷനിലുള്ളൊരു മെയിൻ സംഗതിയാണ് അവരുടെ ഡൗട്ട്സുകൾ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. എന്തായാലും നമ്മുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അവരൊരു ആവശ്യമായി ബന്ധപ്പെട്ടായിരിക്കില്ല പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടാവുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഡൗട്ടുകൾ ഉണ്ടാവും. ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ് നമ്മൾ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഡൗട്ടുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ അവരുടെ ഒരു സ്പെഷ്യൽ കേസസ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഇന്ന സാധനം വെക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഏത് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ഡൗട്ടുകൾ അവർക്കുണ്ടാവും. അപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗമാണ് നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളത്. എങ്ങനെ സ്റ്റോറി ടെല്ലിംഗ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മുന്നത്തെ ഒരു കസ്റ്റമറിന് ഇതേ ഇഷ്യൂ വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തത് എന്നുള്ള രീതിയിൽ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ക്ലയൻറ്റിന് ഇതേ ഇഷ്യൂ ഉണ്ടായിരുന്നു, ആൻഡ് വി ഡിഡ് ദിസ്, ആൻഡ് അവർക്ക് ഇങ്ങനെ അത് സോൾവ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സ്ട്രക്ചറിൽ നമ്മളൊരു സ്റ്റോറി ടെല്ലിംഗ് മോഡിൽ നമ്മൾ ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തെടുത്താൽ രണ്ട് ഗുണമാണുള്ളത്. ഒന്ന്, അവർക്ക് ആ ഡൗട്ട് വൃത്തിയായിട്ട് മനസ്സിലാവും, ക്ലിയർ ആവും. രണ്ടാമത്തത്, നമ്മളോടൊരു ട്രസ്റ്റ് ബിൽഡാവും. കാരണം ഒരു സോഷ്യൽ പ്രൂഫിങ് അവിടെ നടക്കുന്നുണ്ട്. നമ്മളടുത്ത് ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ഇഷ്യൂസുകളിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് സെല് ചെയ്യാന്നുള്ളതിന് അപ്പുറത്തേക്ക് സോൾവ് ചെയ്യുന്ന ഒരു ടീം എന്നുള്ള രീതിയിൽ ഒരു പൊസിഷൻഡായിട്ട് ആ സെയിൽ ക്ലോസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവർ ചോദിക്കുന്ന ഡൗട്ട്സ് നമ്മൾ നല്ലോണം യൂട്ടിലൈസ് ചെയ്യണം, അത് വൃത്തിയായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റണം. സ്റ്റോറി ടെല്ലിംഗ് നമ്മൾ യൂസ് ചെയ്യണം.